ടൊമാറ്റോ എഗ് റൈസ് തയ്യാറാക്കുന്ന വിധമാണ് ഇന്ന് പറയുന്നത്. ഇത് എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു വിഭവമാണ്. ആർക്ക് വേണമെങ്കിലും തയ്യാറാക്കാം. കുട്ടികൾക്ക് ലഞ്ചിൻ്റെ കൂടെ സ്കൂളിൽ കൊടുത്തു വിടാനും മറ്റും എളുപ്പമാണ്. പെട്ടെന്ന് കറികളൊന്നുമില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ തയ്യാറാക്കാം. തയ്യാറാക്കാവുന്ന വിധം: ഒരു ചീനിച്ചട്ടി എടുക്കുക. അത് അടുപ്പിൽ വെച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് 4 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുക. നെയ്യ് നന്നായി ചൂടായതിന് ശേഷം അതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക്, ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള എന്നിവ ചേർക്കുക. അതിനുശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് നന്നായി ഇളക്കുക. ഒരു പച്ചമണം മാറുന്നത് വരെ ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം. പച്ചമണം മാറിയതിന് ശേഷം പച്ചമണം മാറിയതിന് ശേഷം ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർക്കുക. തക്കാളി ചേർത്തതിന് ശേഷം നന്നായി ഇളക്കുക. നന്നായി ഇളക്കി ഒരു വഴണ്ടി വരുന്ന സമയത്തേക്ക് അതിലേക്ക് മുട്ട ചേർക്കുക. ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട, കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് നന്നായി ഇളക്കുക. നന്നായി ഇളക്കി എല്ലാം യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ചില്ലി സോസ്, 1 ടീസ്പൂൺ ടൊമാറ്റോ സോസ് എന്നിവ ചേർത്ത് നന്നായി ഇളക്കുക. നന്നായി ഇളക്കിയതിന് ശേഷം അതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് ചേർക്കുക. ചോറ് ചേർത്ത് ഈ ചോറ് എല്ലാം കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നല്ല ഒരു മണമൊക്കെ വരും. ആ സമയത്തേക്ക് നമ്മൾ ഒരു ഗ്യാസ് ഓഫാക്കി ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റുക. നല്ല രുചിയുള്ള ഒരു ഭക്ഷണമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരെണ്ണമാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഇഷ്ടപ്പെടും. ഇതിൻ്റെ കൂടെ കറികളൊന്നും ആവശ്യമില്ല. ഇത് തന്നെ മതി ആഹാരം കഴിക്കുന്നതിന്. പ്രത്യേകിച്ച് കറികളുടെ ഒന്നും ആവശ്യം ഇതിനില്ല.